ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാലിഗ്രഫി എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചെടുക്കാം എന്നുള്ളതാണ്. പലർക്കും ഉള്ളൊരു ഡൗട്ടായിരിക്കും, കാലിഗ്രഫി എന്ന് പറയുമ്പോൾ കാലിഗ്രഫി പെന്ന് വെച്ച് എഴുതിയാൽ മാത്രമേ കറക്റ്റ് ആകത്തുള്ളൂ, അല്ലെങ്കിൽ കാലിഗ്രഫി പഠിച്ചെടുക്കാൻ ഭയങ്കര പാടായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷേ കാലിഗ്രഫി ഈസ് ജസ്റ്റ് എ വേ ഓഫ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്. എങ്ങനെ നല്ല വൃത്തിയായിട്ട് നമുക്ക് ലെറ്റേഴ്സിനെ അറേഞ്ച് ചെയ്ത് എഴുതാം എന്നുള്ളതാണ് കാലിഗ്രഫിയുടെ മീനിങ്. ഈ വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ കാലിഗ്രഫി ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ മീഡിയം യൂസ് ചെയ്ത് നമുക്ക് കാലിഗ്രഫി ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഈ വീഡിയോയിൽ നമ്മൾ ഫസ്റ്റ് ബ്രഷസ് വെച്ച്, പിന്നെ ഇങ്ക് പെൻ അല്ലെ ബോൾ പെൻ വെച്ച്, അല്ലെങ്കിൽ കാലിഗ്രഫി ചെയ്യുന്ന ബ്രഷ് പെൻസ് യൂസ് ചെയ്ത് എങ്ങനെ കാലിഗ്രഫി ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രഷ് പെൻ വെച്ച് ബേസിക് ആയിട്ടുള്ള കാര്യം പഠിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്ട്രോക്സ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ അപ്പ് സ്ട്രോക്ക് എപ്പോഴും തിന്നായിട്ടും ഡൗൺ സ്ട്രോക്ക് എപ്പോഴും തിക്കായിട്ടും വേണം ഉണ്ടാകുക. അങ്ങനെ ആകുമ്പോഴേ കാലിഗ്രഫി ആ റൈറ്റിങ്ങിൽ ഒരു ഭംഗി വരത്തുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ അപ്പ് സ്ട്രോക്ക് തിന്നായിട്ടും ഡൗൺ സ്ട്രോക്ക് തിക്കായിട്ടും വേണം ഉണ്ടാകുക. അപ്പോൾ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ഒരു ഫ്ലോ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് കാലിഗ്രഫിയുടെ ബേസിക് എന്ന് പറയുന്നത് ഇങ്ങനെ അപ്പ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ലെറ്ററിങ് ആണ്. ലെറ്ററിങ് എന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മൾ സാധാ നമ്മുടെ കേഴ്സീവിലെ ആൽഫബറ്റ്സ് ഇങ്ങനെ എഴുതി നോക്കി നമ്മുടെ രീതിയിൽ അതെങ്ങനെയായിരിക്കും. ഇപ്പോൾ കേഴ്സീവ് അറിയാവുന്നവരാണെങ്കിൽ അത് കുറച്ചുകൂടെ എളുപ്പമായി. പിന്നെ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അപ്പ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും. ഈ വീഡിയോയിൽ ഇപ്പോൾ കാണുന്ന പോലെ ഞാൻ അപ്പ് സ്ട്രോക്ക് തിന്നായിട്ടും ഡൗൺ സ്ട്രോക്ക് തിക്കുമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്രഷ് പെൻ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആ ടിപ്പ് വെച്ച് വേണം അപ്പ് സ്ട്രോക്ക് എഴുതുക. പിന്നെ ഡൗൺ സ്ട്രോക്ക് വരുമ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം നമ്മുടെ പെന്ന്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ കാലിഗ്രഫി എന്നുള്ള രീതിയിൽ നമുക്ക് ലെറ്റേഴ്സൊക്കെ കിട്ടും. നമ്മളിനിയിപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ പോലും നമ്മൾ ഇങ്ങനെ ലെറ്റേഴ്സ് പ്രാക്ടീസ് ചെയ്തിട്ട് കാലിഗ്രഫിയിലെ വേർഡ്സ് എഴുതുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. നമുക്കൊരു ഐഡിയ കാണും, ഓക്കെ ഈ ലെറ്റർ ഇങ്ങനെ ആയിരിക്കും. അപ്പം നമ്മൾ പിന്നീട് ലെറ്ററിങ് ചെയ്യുമ്പം കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ബ്രഷ് പെൻ വെച്ച് ചെയ്യുന്ന കണ്ടല്ലോ. ഇനി ബ്രഷ് പെൻ അല്ലാതെ നമുക്ക് സാധാ ഒരു ബോൾ പെന്നോ ഇങ്ക് പെന്നോ യൂസ് ചെയ്ത് എങ്ങനെ എഴുതാമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കേഴ്സീവിൽ നമുക്ക് ഇഷ്ടമുള്ള വാക്ക് എഴുതാം. ഞാനിവിടെ ഇൻസ്പയർ എന്നാണ് എഴുതുന്നത്. ഇനി അപ്പോൾ നമുക്ക് അതിനൊരു കാലിഗ്രഫി ടച്ച് കൊണ്ടുവരണമല്ലോ. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡൗൺ സ്ട്രോക്ക് എപ്പോഴും തിക്കാണെന്ന് നമ്മൾ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഡൗൺ സ്ട്രോക്ക് വരുന്ന ഭാഗത്ത് മാത്രം ഒരു ലൈനൂടെ ഇട്ട് കൊടുക്കുകയാണ്. അത് ആ എഴുതിയേക്കുന്ന വെച്ച് ചേർത്ത് വേണം നമ്മൾ ആ ലൈൻ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് നമ്മളിപ്പോൾ ആ ഇട്ട് കൊടുത്ത ലൈൻ ഉണ്ടല്ലോ, ആ ലൈൻ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ട് ലൈനിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പായിട്ട് വരുന്ന ഭാഗം വേണം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഡൗൺ സ്ട്രോക്ക് തിക്കായിട്ട് ഇതിൽ നമുക്ക് കാലിഗ്രഫി ബ്രഷ് പെൻസ് യൂസ് ചെയ്യാതെ വെറും ബോൾ പെൻസ് യൂസ് ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് കാലിഗ്രഫി ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് തന്നെ വേർഡ്സ് എഴുതാതെ നമ്മൾ ലെറ്റേഴ്സ് വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് വേണം വേർഡ്സ് എഴുതാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ലെറ്റർ എടുത്തിട്ട് അതിൻ്റെ ഡൗൺ സ്ട്രോക്ക് ഒന്ന് രണ്ടായിട്ട് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ അകം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ എത്ര ഫില്ല് ചെയ്താലായിരിക്കും ആ ലെറ്റർ നല്ല ഭംഗിയായിട്ട് കിട്ടുക എന്നുള്ളത്. പിന്നെ നമ്മൾ വേർഡ്സ് എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഈ രീതിയിലാണ് നമ്മൾ ബ്രഷ് പെൻ യൂസ് ചെയ്ത് എഴുതുക. ബ്രഷ് പെൻ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, കാരണം അതിൻ്റെ ടിപ്പ് എന്ന് പറയുന്നത് ഇച്ചിരി ലെങ്ത് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ അപ്പ് സ്ട്രോക്ക് വരുമ്പോൾ അതൊന്ന് പ്രസ് ചെയ്യാതെ ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് എഴുതിയിട്ട് ഡൗൺ സ്ട്രോക്ക് വരുമ്പോൾ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് രീതിയിൽ എഴുതാൻ കിട്ടും. ഇപ്പം നമ്മൾ നോർമൽ സ്കെച്ചസ് യൂസ് ചെയ്യുവാണെങ്കിലും ജസ്റ്റ് നമ്മൾ ബോൾ പെൻ യൂസ് ചെയ്ത് എങ്ങനെയാണോ എഴുതുന്നത് അതേ രീതിയിൽ തന്നെ എഴുതി കൊടുത്താൽ മതി.
അപ്പം നമുക്ക് കറക്റ്റ് ആ കാലിഗ്രഫി രീതിയിൽ ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് എഴുതാൻ പറ്റും. ഇനി ഇതൊന്നുമല്ല, നമുക്ക് നോർമൽ ബ്രഷസ് യൂസ് ചെയ്ത് വേണമെങ്കിലും കാലിഗ്രഫി ചെയ്യാം. അത് ഇതുപോലെ അപ്പ് സ്ട്രോക്ക് തിന്നായിട്ട് ഡൗൺ സ്ട്രോക്ക് തിക്കായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. പക്ഷെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും, കാരണം നമ്മൾ ബ്രഷ് ഡ്രൈ ആകുമ്പോൾ എപ്പോഴും ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് കുറച്ചുകൂടെ പാടായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കർസീവ് ഈസ് നോട്ട് ഈക്വൽ ടു ലെറ്ററിങ്. ഇപ്പോൾ ഡെയിലി ലൈഫിൽ കർസീവ് എഴുതുന്ന ആൾക്കാർ കാണും, പക്ഷെ കർസീവ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ സാധാരണ രീതിയിൽ എഴുതുക. പക്ഷെ കാലിഗ്രഫിയിൽ നമ്മൾ കർസീവിനെ കുറച്ചുകൂടെ എൻഹാൻസ് ചെയ്ത് ഇച്ചിരി കൂടി ഒന്ന് ജമ്പിൾഡ് ആയിട്ട് വേണം എഴുതാൻ. അപ്പോഴേ ആ കാലിഗ്രഫിയുടെ ഒരു ഭംഗി വരത്തുള്ളൂ. നമ്മളെപ്പോഴും ലെറ്റേഴ്സിനെ ഇച്ചിരി ഒന്നും കയറ്റി ഇറക്കി വേണം എഴുതാൻ. അതുമാത്രമല്ല, ലെറ്റേഴ്സ് ഓരോന്ന് എഴുതി കഴിയുമ്പോഴും നമ്മൾ ഇടയ്ക്കൊന്ന് കൈയെടുത്ത് പിന്നെ വേണം അടുത്ത ലെറ്റർ എഴുതാൻ. അപ്പോഴേ നമ്മൾ എഴുതിയേക്കുന്നതിന് ആ കാലിഗ്രഫിയുടെ ഭംഗി വരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കാലിഗ്രഫി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇങ്ങനെ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കാലിഗ്രഫി സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ നമ്മൾ കാലിഗ്രഫി ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് അപ്പ് സ്ട്രോക്കും ഡൗൺ സ്ട്രോക്കും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയായിട്ട് കാലിഗ്രഫി ചെയ്തെടുക്കാൻ പറ്റും. ഒരു പ്രാവശ്യം ഒന്ന് കാലിഗ്രഫി പഠിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാലിഗ്രഫി നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇപ്പോൾ ഒരു അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജ് ചെയ്യുവാണെങ്കിലും നമുക്ക് കാലിഗ്രഫിയിൽ ഇതായിരുന്നു നമ്മുടെ കാലിഗ്രഫി വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. സോ വാച്ചിങ്.